ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ನ 3ನೇ ವಾರ್ಡ್ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಮಳೆಗಾಲ ಆರಂಭವಾಗುವ ಮುನ್ನ ಯಾವುದೇ ಕೆಲಸ ಕಾರ್ಯಗಳು ಆರಂಭಗೊಂಡಿಲ್ಲ. ಸಂಬಂಧಪಟ್ಟ ಇಲಾಖೆಯವರು ಕೂಡ ಎಚ್ಚೆತ್ತುಕೊಂಡಿಲ್ಲ. ಸುರುಮತೋಡಿನ ಶುಚೀಕರಣ ಮಾಡುವ ಕೆಲಸ ಇನ್ನೂ ಆರಂಭವಾಗದ್ದಕ್ಕೆ ಸ್ಥಳೀಯರು ಆಕ್ರೋಶ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಈ ನಿರ್ಲಕ್ಷ್ಯದ ಪರಿಣಾಮವಾಗಿ ತೋಡಿನಲ್ಲಿ ತುಂಬಿಕೊಂಡಿರುವ ಪ್ಲಾಸ್ಟಿಕ್ ಹಾಗೂ ಇತರ ತ್ಯಾಜ್ಯ ವಸ್ತುಗಳು ಕೃಷಿಕರ ಹೊಲಗಳಿಗೆ ನುಗ್ಗಿ ಬೆಳೆ ಹಾನಿಗೆ ಕಾರಣವಾಗುತ್ತಿದೆ. ಸ್ಥಳೀಯ ರೈತರು ಹಾಗೂ ಪರಿಸರವಾಸಿಗಳು ನೀಡಿರುವ ಮಾಹಿತಿಯಂತೆ ತೋಡಿನ ನವೀಕರಣಕ್ಕಾಗಿ ಸರ್ಕಾರದಿಂದ ಸುಮಾರು 1,30,00,000 ರೂಪಾಯಿ ಅನುದಾನ ಮಂಜೂರಾಗಿದೆ. ಆದರೆ ಈ ಮೊತ್ತವನ್ನು ಉಪಯೋಗಿಸಿ ಯಾವುದೇ ಶುದ್ಧೀಕರಣ ಅಥವಾ ಅಭಿವೃದ್ಧಿ ಕೆಲಸಗಳು ಆರಂಭವಾಗದಿರುವುದರಿಂದ ಜನರಲ್ಲಿ ಅಸಮಾಧಾನ ಮೂಡಿದೆ. ಪ್ರತಿ ಮಳೆಯಲ್ಲೂ ತೋಡಿನ ನೀರು ಹೊಲಗಳತ್ತ ಹರಿದು ಬೆಳೆ ಹಾಳು ಮಾಡುತ್ತಿದೆ. ಈ ಬಾರಿ ಪ್ಲಾಸ್ಟಿಕ್ ತ್ಯಾಜ್ಯಗಳು ಕೂಡ ಸೇರಿ ಪರಿಸ್ಥಿತಿ ಇನ್ನಷ್ಟು ಕಠಿಣವಾಗಿದೆ. ಅಧಿಕಾರಿಗಳಾಗಲಿ ಜನಪ್ರತಿನಿಧಿಗಳಾಗಲಿ ಇತ್ತ ತಿರುಗಿಯೂ ನೋಡಿಲ್ಲ ಎಂಬುದಾಗಿ ಸ್ಥಳೀಯ ರೈತರು ತಮ್ಮ ಆಕ್ರೋಶ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧಿಕಾರಿಗಳ ಸ್ಪಂದನೆ ಇಲ್ಲದ ಬಗ್ಗೆ ಸ್ಥಳೀಯರು ದೂರಿರುವಂತಾಗಿದ್ದು, ಪರಿಸ್ಥಿತಿಯನ್ನು ತುರ್ತು ಆಧಾರದ ಮೇಲೆ ಸರಿ ಮಾಡಬೇಕೆಂಬ ಬೇಡಿಕೆಯೂ ಹೆಚ್ಚುತ್ತಿದೆ. ಪರಿಸರದ ಹಿತದೃಷ್ಟಿಯಿಂದ ಹಾಗೂ ಕೃಷಿಕರ ಜೀವನೋಪಾಯದ ರಕ್ಷಣೆಗೆ ತಕ್ಷಣ ಕ್ರಮ കൈಗೊಳ್ಳಬೇಕೆಂಬುದು ಸಾರ್ವಜನಿಕರ ಒತ್ತಾಯವಾಗಿದೆ. വരുമ്പോൾ തണ്ണിയെല്ലാം ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ കൃഷിയാക്കാനാണെന്നില്ല മീത്ത തന്നെ കച്ചറ വരുമ്പോൾ ബ്ലോക്ക് ആയിട്ട് തണ്ണിയെല്ലാം ഉള്ളിലേക്ക് വരുന്നു, കണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. കഴിഞ്ഞ കുറി കുറേ നഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഇപ്പോൾ ഈ കുറി കൃഷിയാക്കാൻ കഴിയുമോ? ഈ കുറി കൃഷി നോക്കണം. മഴ ഇങ്ങനെ ആക്കുന്നു, പിന്നെ ജോറ് വന്നങ്ങ് എന്താക്കാനാന്നില്ല. കൃഷി ആക്കി പിന്നെ മഴ വന്നങ്ങ് എന്താക്കാനാന്നില്ല. നഷ്ടപ്പെട്ടു പോകല്ലേ. തോട് പൊട്ടിക്കോണുണ്ടല്ലോ. ഈ കച്ചറ തോട്ടിൽ എന്ന് പറയുമ്പോൾ തോട് പിന്നെ തണ്ണി ബ്ലോക്ക് നമുക്ക് തോട് പൊട്ടിയിട്ട് പോകും. ഇത് ₹1,30,00,000 പാസ്സായ ഈ തോടുക്ക് ഇതുവരെ ഇത് 3ാം വാർഡിൽ പെട്ടത്. ഇതുവരെ ഇതിൻ്റെ പണിയോ എന്തോ എന്ന് എടുക്കാതാണ് ഉള്ളത്. അപ്പോൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ വ്യക്തിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇതാക്കുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒന്ന് റിപ്പോർട്ടാക്കുന്നത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പറയാൻ വന്നത്. എന്തല്ലെങ്കിൽ ഇത്ര കാലമായി ഇതിന് ഒരു വികസന ഒരു ഇത് വെക്കുന്നില്ല. ഓരോന്നാണ് കൃഷിയാക്കണം, എങ്ങനെ കൃഷിയാക്കണം എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കുന്നതാക്കേണ്ടത് ഈ വിഷയത്തിൽ, വേറെ ഒന്നുമല്ല. കാരണം ഇത്രയും ഉള്ള കൃഷിയാക്കുന്ന എല്ലാം നശിച്ചു പോകുന്ന വിഷയമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത്ര ഈ മാലിന്യം വെച്ചിട്ടാണ് ഈ കൃഷിയാക്കുന്നത്. എങ്ങനെയാണെന്നിട്ടൊന്ന് ജനങ്ങൾ വിലയിരുത്തിയാൽ മതി. ರೆಹಮಾನ್ ಉದ್ಯಾವರ V4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ.